ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് ഞാൻ കൂട്ടിക്കൊണ്ടുപോകുന്നത്. നമ്മുടെ ട്രിവാൻഡ്രത്തെ പ്രിയപ്പെട്ടതായ നമ്മുടെ മ്യൂസിയത്താണ്. നമ്മൾ എപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാനും നല്ല സങ്കടപ്പെട്ടിരിക്കുമ്പോഴും നമ്മൾ ദുഃഖിച്ചിരിക്കുമ്പോഴും എപ്പോഴും നമ്മൾ പോകുന്ന ഏറ്റവും കൂടുതൽ സ്ഥലമാണ് നമ്മുടെ മ്യൂസിയത്തിൽ നല്ലൊരു ഫീലിംഗ് തന്നെയാണ്. നമ്മളിപ്പം എൻട്രൻസിലോട്ട് നടന്നു വരുമ്പോൾ തന്നെ കാണാം അവിടെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഇപ്പോൾ ഒരുപാട് ചെടികളും, ഇപ്പം മഴ ആയതുകൊണ്ടായിരിക്കാം, ഒരുപാട് ചെടികളും ഇലകളൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. കാണാൻ തന്നെ നല്ലൊരു മനസ്സിനൊരു കുളിർമ തന്നൊരു ഇതും കൂടെയായിരുന്നു. എൻട്രൻസിലോട്ട് കയറി പോകുമ്പോൾ തന്നെ നമ്മൾ ബീച്ച് പോലൊരു മണൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ ആകാശവാണികൾ പറയും. ആകാശവാണി എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ടത്തെക്കുറിച്ചാണ് എപ്പോഴും പറയുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ മ്യൂസിയം പാലസ് ഉണ്ട്. അവിടെയാണ് നമ്മൾ ഈ രാജാവിൻ്റെയൊക്കെ ഒരുപാട് പഴയ ഇതൊക്കെ വെച്ചിരിക്കുന്നത്. അവിടെ പൈസ കൊടുത്ത് നമുക്ക് അത് വേണമെങ്കിൽ കാണാൻ പോകും. ഞാൻ കാണാൻ പോയിട്ടില്ല. ഞാൻ ഒത്തിരി പ്രാവശ്യം കണ്ടിട്ടുണ്ട്, ഞാൻ കാണാൻ ഈ പ്രാവശ്യം പോയില്ല. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് സ്റ്റെപ്പ് കയറി നടന്നു വന്നപ്പം ഒരുപാട് ചെടികൾ. നമ്മളിപ്പോൾ മൈസൂർ പാലസിൽ പോകുമ്പോൾ നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു വെറൈറ്റി ഇതേപോലെ ചെടികൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു അത്ഭുതം തോന്നില്ല. അതുപോലെയായിരുന്നു ആ ചെടികൾ കണ്ടപ്പോൾ. ഒരുപാട് അത്രയ്ക്കും മനോഹരം. പണ്ടത്തെ പോലെയൊന്നും അല്ല, അവിടെ അത്രയും നന്നായിട്ടാണ് നോക്കുന്ന. ഒരു വേസ്റ്റ് പോലും ഞാൻ കണ്ടില്ല അവിടെ കിടക്കുന്നത് കേട്ടോ. അത്രയ്ക്ക് നല്ല മനോഹരമായിട്ടാണ് നോക്കുന്നത്. ഒരുപാട് നല്ല രസമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കാൻ തന്നെ. അപ്പോഴൊരു അണ്ണാൻ പോകുന്ന കണ്ടത്, ഒരു അണ്ണാൻ കുഞ്ഞ് കയറി പോകാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തു. അടുത്ത വഴിയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ താഴോട്ടൊരു വഴിയുണ്ട്, ഒരു ആർച്ചൊക്കെ കെട്ടി നല്ല ചെടികളൊക്കെ അതിൻ്റെ ഇടയിൽ വെച്ച് നമ്മൾ കുറച്ച് സ്റ്റെപ്പിലോട്ട് ഇറങ്ങുമ്പോൾ അടുത്ത നമ്മൾ സൂവിലോട്ട് പോകാനുള്ള വഴിയും കൂടെയാണ്. ഏകദേശം ഇങ്ങനെയൊന്നും പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, വെറും ചെടികൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ആ വഴി ഉണ്ടായിരുന്നു, ടൈലൊന്നും ഇട്ടില്ലായിരുന്നു. അതിനുശേഷം നമ്മൾ സൂവിലോട്ട് വന്നപ്പോൾ നമുക്ക് ചായ കുടിക്കാൻ വേണ്ടി വിശന്ന് പോയി. ചായ കുടിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ ചായ കുടിക്കാൻ അതിൻ്റെ അടുത്ത് ഐസ്ക്രീമുണ്ട്, മിൽമയുണ്ട്, ചായ ബിരിയാണി. ഞാൻ ഇപ്പോൾ കയറിയ സ്ഥലത്ത് ചായയും ബിരിയാണിയും എല്ലാം നമുക്ക് കഴിക്കാൻ കിട്ടുന്ന ഒരു സ്പോട്ടും കൂടെയായിരുന്നു. അവിടെ ഇരുന്ന് നമ്മൾ ആസ്വദിച്ച് തന്നെ കഴിക്കാം. അവിടെ ഇരുന്ന് അത് കഴിച്ച ശേഷം നമ്മൾ കുറച്ച് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കുറച്ച് നേരം നടക്കാണ്ടായിരുന്നു. അവിടെയും ഒരുപാട് ടൈലൊക്കെ ഇട്ട് നമ്മൾ പണ്ടൊക്കെ അവിടെ ഇരിക്കുമായിരുന്നു. ആ മരത്തിൻ്റെ അവിടെ സൈഡിലൊക്കെ പുല്ലൊക്കെ ആയിരുന്നു. ആ പുല്ലൊക്കെ മാറ്റി ഇപ്പോൾ തട്ട് വെച്ച് ഇപ്പോൾ ചെടികളൊക്കെ വെച്ചിരിക്കുന്നു. ഇപ്പോൾ അങ്ങനെ ഒരുപാടൊന്നും അങ്ങനെ ഇരിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു മരം കണ്ടു. ഒരു പൊക്കം കുറഞ്ഞ നല്ല മരങ്ങളായിരുന്നു അത് കണ്ടത്. അതിൻ്റെ ഒരു താമര കണക്കൊരു ചെടി കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അതിനുശേഷം പണ്ടൊക്കെ ഞങ്ങളിവിടെ ഇരുന്ന് ഫാമിലിയോടൊക്കെ വന്നിരുന്ന് കഴിക്കുമായിരുന്നു. ആ നൊസ്റ്റാൾജിയ ഒരിക്കലും മറക്കാൻ പറ്റില്ലായിരുന്നു. നിങ്ങൾക്ക് അത് ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് അയക്കണം കേട്ടോ. എനിക്കത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. പണ്ട് വാപ്പാലൂടെയൊക്കെ വരുമ്പോൾ ഇവിടെ ഇരുന്നൊക്കെ നമ്മൾ എല്ലാവരും പൊതിച്ചോറ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ ഇരുന്ന് കഴിച്ചിട്ട് കുറേ നേരം ഇവിടെയൊക്കെ നിന്ന് കഴിച്ചിട്ട് അങ്ങ് പോവും. അങ്ങനെ ഒരു നൊസ്റ്റാൾജിയ തന്നെയായിരുന്നു, ഒരിക്കലും മറക്കാൻ പറ്റില്ല. എനിക്ക് മ്യൂസിയം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സ്ഥലവും കൂടിയാണ് കേട്ടോ. എനിക്ക് എപ്പോഴും എവിടെ പോകണമെന്ന് ചോദിച്ചാലും ഞാൻ പറയും മ്യൂസിയത്തിൽ പോകണമെന്ന്. എനിക്ക് മ്യൂസിയം ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. അതുപോലെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് ഞങ്ങളങ്ങ് പോയി. താങ്ക് യു ഫോർ വാച്ചിങ്. വെൽക്കം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ല കേട്ടോ.